ശനിയാഴ്ച രാത്രി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഞായറാഴ്ച ഉച്ചക്ക് പെട്ടെന്ന് എൻ്റെ ബ്രദർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാം, പെരുന്നാളല്ലേ എന്ന്. അപ്പോൾ 27-നാണ് നമ്മുടെ ജപ്പാനിൽ പെരുന്നാൾ. നാട്ടിൽ 28-ന് വ്യാഴാഴ്ചയാണെന്ന് അറിയാൻ കഴിഞ്ഞു. ദുബായിലും ജപ്പാനിലൊക്കെ ഈ പ്രാവശ്യം സെയിമാണ്. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാത്രി വർക്കില്ലാത്തത് കൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് സമയം കിട്ടണമെന്നില്ല. ജപ്പാനിൽ നിങ്ങൾ റോഡ് ട്രിപ്പുകൾ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ ജപ്പാനിലെ കൺട്രി സൈഡ് അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലോട് സാമ്യമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ വന്നത് ജിയോ എന്ന് പറയുന്ന ഷോപ്പിലാണ്. ജപ്പാനിൽ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണിത്. കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ ഇവിടെ നിന്നാണ് എടുത്തത്. ആ ഒരു ടൈമിൽ ഞാൻ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ആലോചിക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ മനസ്സിനും ഇഷ്ടത്തിനും പറ്റിയ ഒന്നും നമുക്ക് ഇവിടുന്ന് കിട്ടാത്തത് കൊണ്ട് എല്ലാവരും ഇവിടുന്ന് ഇറങ്ങി. രണ്ടാമതായിട്ട് അവയിൽ എന്ന് പറയുന്നൊരു ഷോപ്പിലാണ് കയറിയത്. അവിടുന്ന് ഒന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ H&Mലേക്ക് പോയി. ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട നമ്മൾ ഉദ്ദേശിച്ച ഒരുപാട് ഡിസൈനുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ വില നോക്കിയപ്പോൾ നമ്മളെ കിളി പോയി. കാരണം ഒരു കുപ്പായത്തിനൊക്കെ ഒരു ഷർട്ടിനൊക്കെ നല്ല 5000, 6000 എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ എന്താക്കി, ഒരു ഷർട്ട് ഒരു പാൻറ്റൊക്കെ എടുത്തിട്ട് അവിടുന്ന് ബില്ല് ചെയ്തിട്ട് ഇറങ്ങി. ജപ്പാനിലെ കാഴ്ചകൾ നിങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ.